പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന നിരാശാജനകമായ ഒരു ബഡ്ജറ്റായി ഈ ബഡ്ജറ്റ് മാറി. കേരളത്തെ മനഃപൂർവ്വം സൗകര്യപൂർവ്വം മറന്നുകൊണ്ട് ബീഹാറിനും ആസാമിനും മാത്രമായി വാരിക്കോരി കൊടുക്കുകയും ചെയ്ത ബഡ്ജറ്റായി, നെറികെട്ട ബഡ്ജറ്റായി ഇത് മാറിക്കഴിഞ്ഞു. ഇന്ത്യക്ക് വമ്പൻ കെണികൾ ഒളിഞ്ഞിരിക്കുന്ന കുരുക്കാണ് പാർലമെന്റിൽ ഇന്ന് അവതരിപ്പിക്കപ്പെട്ടത്. കേരളത്തിന്റെ വിഴിഞ്ഞവും വയനാട് പാക്കേജും എയിംസും അടക്കം കേരളത്തെ മുഴുവനായും അവഗണിച്ച് ഇരുട്ടിലേക്ക് തള്ളിയിടുകയാണ് കേന്ദ്രം. രാജ്യം ഭരിക്കുന്ന സർക്കാർ തുല്യനീതിയാണ് നിലനിർത്തേണ്ടത്. എന്നാൽ ഇവിടെ സംഭവിച്ചത് കേരളത്തെ മനഃപൂർവ്വം അവഗണിക്കുകയാണ്. 73,000 കോടി തരേണ്ടെടുത്ത് വെറും 32 കോടി മാത്രമാണ് കേരളത്തിന് നീക്കിവെച്ചിട്ടുള്ളത്. രാജ്യത്തിൻ്റെ വളർച്ച കാർഷിക മേഖലയിലാണെന്നിരിക്കെ ആ മേഖലയിൽ ഒരു വർധനവും ഉണ്ടായിട്ടില്ല. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിൽ നടന്നു വരുന്നതാണ്. അതിലും ഒരു വർധനവുമില്ല. വിള ഇൻഷുറൻസ്, ന്യായവില, താങ്ങുവില, ഇതിലൊന്നും നീതിയുക്തമായ വർധനവ് ഉണ്ടായിട്ടില്ല. മാൻരേഖാ പദ്ധതി വിപുലീകരണവും ഇല്ല. സ്കൂളുകളിൽ ഇന്റർനെറ്റ് വൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി നീക്കിവെച്ച തുകയിൽ കേരളത്തിൻ്റെ പങ്ക് ലഭിക്കുമോ എന്ന ആശങ്കയും ഇപ്പോഴുണ്ട്. കാരണം കേരളത്തിൽ നിലവിൽ മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ തന്നെ ഇന്റർനെറ്റ് വൽക്കരണം നടപ്പിലാക്കി കഴിഞ്ഞു. കേരളത്തിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന BJPയുടെ കൃത്യമായ അജണ്ടയാണ് ഇതിലൂടെ വെളിവാകുന്നത്. മധ്യവർഗത്തിനെ മാത്രം വീണ്ടും വീണ്ടും ഉയർത്തുക എന്ന ലക്ഷ്യം വെച്ച് 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി പരിധിയിൽ നിന്ന് ഒഴിവാക്കി ഈ ബഡ്ജറ്റ്. 140 കോടി ജനത്തിൽ വെറും 2% മാത്രമാണ് ഇൻകം ടാക്സ് പരിധിയിൽ വരുന്നത്. ഇങ്ങനെ ഇരിക്കെയാണ് ഈ ഇളവുകൾ അവർക്ക് വേണ്ടി മാത്രമായി നീക്കിവെച്ചത്. പേരോ ഈ ഇനത്തിൽ രാജ്യത്തിന് വരുമാനമുണ്ടാകും എന്ന വാദവും. വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പും ദില്ലി തെരഞ്ഞെടുപ്പുകളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വെറും സ്വജനപക്ഷപാതപരവും അനീതി നിറഞ്ഞതുമായ ബഡ്ജറ്റായി മാറി ഈ ബഡ്ജറ്റ്. അതേസമയം ബീഹാറിൽ മഖാന ബോർഡ്, പാട്ന IIT, ബീഹാറിലെ ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ബീഹാറിനെ ഫുഡ് ഹബ്ബാക്കുക, ബീഹാറിൽ ഗ്രീൻഫീൽഡ് എയർപോർട്ട് തുടങ്ങുക എന്നിവ തുടങ്ങി അനേകം വാഗ്ദാനങ്ങളാണ് മോദി സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ബീഹാറിനായി നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം വരുന്നതോടെ വിദേശ കമ്പനികൾ ആധിപത്യമുറപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സർക്കാർ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിന് തുല്യമാണ് 100% വിദേശ നിക്ഷേപം സാധ്യമാകുന്നത്. വിദേശ കമ്പനികൾ ഇൻഷുറൻസ് മേഖലയിലേക്ക് പിടിമുറുക്കുമ്പോൾ നമുക്ക് ന്യായമായും കിട്ടേണ്ട പല അവകാശങ്ങളും നഷ്ടപ്പെടുന്ന സാഹചര്യവുമാണ് ഉടലെടുക്കാൻ പോകുന്നത്. 74% നിന്നും 100% ഉയർത്തി ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം നിർദ്ദേശിക്കുന്ന ഇൻഷുറൻസ് പദ്ധതി ഭേദഗതി ബില്ലിൽ അവതരിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച് വിദഗ്ധരിൽ നിന്നും അഭിപ്രായങ്ങൾ ശേഖരിക്കുമെന്നും അതിനുശേഷം കരട് ബില്ലിൽ മാറ്റം വരുത്തുമെന്നും സൂചനയുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നെങ്കിലും അതുണ്ടായില്ല. ഇൻഷുറൻസ് മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 100% ഉയർത്തുക, പണമടച്ച് മൂലധനം കുറയ്ക്കുക, കോമ്പോസിറ്റ് ലൈസൻസിനുള്ള വ്യവസ്ഥകൾ എന്നിവ ഉൾപ്പെടെ 1938 ഇൻഷുറൻസ് നിയമത്തിലെ വിവിധ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ ധനമന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ടാക്സ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത അടുത്ത ആഴ്ച ഇൻകം ടാക്സ് ബിൽ അവതരിപ്പിക്കുമ്പോഴേ നമുക്ക് വ്യക്തമാകുകയുള്ളൂ. മൊത്തത്തിൽ കിസാൻ ക്രെഡിറ്റിൽ ഇളവുകൾ പ്രഖ്യാപിച്ചെങ്കിലും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്ന പരിഹാരത്തിന് ഉതകുന്നില്ല. അങ്ങനെ അടിമുടി പരാജയമായ ഈ 8ാം ബഡ്ജറ്റ് സാധാരണ ജനങ്ങൾക്ക് മേൽ ഇടുത്തി തന്നെയാണ്. കേന്ദ്ര സർക്കാരിൽ കേരളത്തിന് ഇപ്പോൾ 2 മന്ത്രിമാരാണുള്ളത്, ജോർജ് കുര്യനും സുരേഷ് ഗോപിയും. വലിയ പിടിവലിയിൽ നിന്നും BJPയുടെ മാനം രക്ഷിച്ചു എന്ന അവകാശവാദമുയർത്തുന്ന BJP തൃശ്ശൂരിന് പോലും ഒന്നും നൽകിയിട്ടില്ല. ഇത് സുരേഷ് ഗോപിക്ക് പോലും നാണക്കേടുണ്ടാക്കുന്നതാണ്. തീർത്തും കേരളത്തോട് പകയോടെ, ചിറ്റമ്മ നയത്തോടെ സമീപിക്കുന്ന BJP സർക്കാരിൻ്റെ ഈ നടപടി കേരളത്തെ മാത്രമല്ല ഇന്ത്യയെ ഒന്നാകെ മുച്ചൂടും മുടിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട.
കേന്ദ്രഭരണത്തെ താങ്ങി പലപ്പോഴായി സഹായിച്ച നവീൻ പട്നായിക്ക്, VR ചന്ദ്രശേഖർ റാവു, ആന്ധ്രേ YSR ജഗൻമോഹൻ റെഡ്ഡി ഇവർക്കൊക്കെ സംഭവിച്ചതുപോലെ ബീഹാറിൽ നിതീഷ് കുമാറിനും സംഭവിക്കാതെ നോക്കിയാൽ നന്ന് എന്നാണ് ഈ ബഡ്ജറ്റിന് ശേഷം രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.